വീട്ടിലുള്ള ചേരുവകളെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റിൽ വരുന്ന ഒരു അടിപൊളി പലഹാരമായിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തേക്കോ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തേക്കോ ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് കിഡ്ലോസ്ക്ക് സ്നാക്കാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് അതിനൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതും ഒരു സവാള ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ വേണ്ടത് ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. വലുതൊന്നും വേണ്ട കേട്ടോ, വലുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ മതി. ഞാൻ ചെറിയൊരു തക്കാളി ആട്ടോ എടുത്തിട്ടുള്ളത്. അതും ചേർത്തിട്ട് നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. പിന്നെ ഇടയ്ക്കും തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റാക്കി എടുക്കണം. അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി, എന്നാൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് വന്നോളും. തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി കേട്ടോ. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഒരു പോള രീതിയിലല്ലേ റെഡിയാക്കി എടുക്കുന്നത്, അപ്പോൾ ഒരു ബാറ്റർ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/4 കപ്പ് മൈദ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചില്ലേ, വെള്ളത്തിന് പകരം മുഴുവനായിട്ട് പാൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. പിന്നെ 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുക. ഒരു സോസ് പാൻ എടുക്കുക. നമ്മൾ ഏതിലാണോ ഈ പോള റെഡിയാക്കി എടുക്കുന്നത് അതിന് പറ്റിയിട്ടുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നെയ്യൊന്നാക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ബാറ്റർ മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു മസാല കൂട്ടുണ്ടല്ലോ, സവാളയും തക്കാളിയൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള അതെല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പുഴുങ്ങിയ മുട്ട ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതാട്ടോ അത് മുഴുവനായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു തവി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ മാവ് സെറ്റാവുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം ചെയ്തെടുക്കണം കേട്ടോ, എന്നാൽ ആ ഒരു മുട്ടയ്ക്ക് അതിൽ കറക്റ്റായിട്ട് ഒട്ടിക്കിടക്കുകയുള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് സ്ലൈസ്ഡ് ചീസ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ, ഏത് ചീസ് വേണമെങ്കിലും ചേർക്കാം. ചീസ് ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഓരോ ഫ്ലെയിമിനനുസരിച്ചാണ് ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് വേറൊരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ടുള്ള ഒരു പാനിലേക്ക് ഇതങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. ആ ഒരു ഭാഗം കൂടി ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കനൊക്കെ വേണമെങ്കിൽ ചിക്കനൊക്കെ നിങ്ങൾക്ക് ഇടാം. ചിക്കനൊന്നും ആവശ്യമൊന്നുമില്ല, അതല്ലാതെ തന്നെ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു പുഴുങ്ങിയ മുട്ട വെച്ചതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്